ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയൽ ഇനിയും വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ സാന്ത്വനത്തിൽ ഇനിയും വരാൻ പോകുന്ന വളരെ അടിപൊളി ഭാഗങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മിത്ര ഇപ്പോൾ ചേട്ടനോട് ഭയങ്കര സ്നേഹമാണല്ലോ, അതായത് നമ്മുടെ അലോകിനോട്. അങ്ങനെ മിത്ര അലോകിനെ കാണാൻ പോയ കാര്യം മീനാക്ഷിയുടെ അടുത്ത് പറയുന്നുണ്ട്. മീനാക്ഷി തെറ്റായി പോയി, അങ്ങോട്ട് പോകണ്ടായിരുന്നു. അലോക് ചെയ്ത ക്രൂരതകളൊക്കെ നീ ആലോചിച്ച് നോക്ക്. നമ്മുടെ അമ്മയെ കൊല്ലാൻ നോക്കിയതാണ്. അതുമാത്രം ദയവെടുത്തി കുഞ്ഞ് നഷ്ടപ്പെട്ട ആരാ കാരണം? അലോകാണ്. പിന്നെ അനുമോളുടെ ജീവിതമെല്ലാം തകർത്തത് ഈ അലോകാണ്. അപ്പോൾ അതുകൊണ്ട് നീ അവനെ കാണാൻ പോകരുതായിരുന്നു എന്നൊക്കെ മിത്രയോട് പറയുന്നുണ്ട്. മിത്രയുടെ മനസ്സിലെല്ലാം അലോക് ചെറുപ്പത്തിൽ കളിപ്പിച്ചതും അലോകായിട്ട് നടന്നതും അലോകായിട്ട് ഭക്ഷണം കഴിച്ചതും അങ്ങനെ തന്നെ കുറേ ഭാഗങ്ങൾ മാത്രമേ മനസ്സിലുള്ളൂ. അപ്പോൾ സംസാരിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ ആര്യൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് വരുന്നത്. പക്ഷേ ആര്യൻ അത് കേട്ട ഭാവമൊന്നും കാണിക്കുന്നില്ല. പുറത്തേക്ക് നമ്മുടെ മിത്രയായിട്ട് നടക്കാൻ പോകുന്നു. ആര്യനെ എങ്ങനെ അലോക അവിടെ രക്ഷപ്പെട്ടാലോ അവൻ അവിടെ രക്ഷപ്പെട്ട് കിടക്കുകയായിരിക്കും. ഈ ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം ജയിലിൽ. ഇപ്പോൾ അവിടെ മട്ടനും ചിക്കനും ഒക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പോഴും പെട്ടെന്ന് മിത്ര പൊട്ടിത്തെറിക്കാട്ടോ. ആര്യ എന്താ ഈ പറയുന്നത്? അലോകിൻ്റെ അവസ്ഥ കണ്ട ആര് സഹിക്കില്ല, പറ്റില്ല. അവനാകെ ക്ഷീണിച്ച് പോലീസുകാരെല്ലാം അവനെ ഇടിക്കുകയാണ്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് മിത്ര പറയാതിരിക്കാൻ ഒരു തരവുമില്ല. അതുകൊണ്ട് മിത്ര സത്യങ്ങളൊക്കെ പറയുകട്ടെ നമ്മുടെ ആര്യനോട്. ഞാൻ ഇന്ന് അലോകിനെ കാണാൻ വേണ്ടി പോയിരുന്നു ആര്യ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടപ്പിറപ്പ് അലോക്. ആ ഒരു മനസ്സിൽ ഇവിടെയൊക്കെ ഒരു വിഷമം പോലെ അവൻ ആ ജയിലിൽ കിടക്കുന്നത് കൊണ്ട്. പക്ഷേ അവൻ ചെയ്ത തെറ്റ് തന്നെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരു സ്നേഹം ഉണ്ടാവില്ലേ? ഇപ്പോൾ നമ്മുടെ അമ്മയോ അച്ഛനോ ഒക്കെ തെറ്റ് ചെയ്താലും നമുക്ക് അവരെ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇത് കേട്ട് പറയുന്നുണ്ട്. ആര് പറഞ്ഞു തള്ളിക്കളയാൻ പറ്റില്ലെന്ന്? അച്ഛനായാലും അമ്മയായാലും കൂടപ്പിറപ്പായാലും തെറ്റ് തന്നെയാണ്. അത് പറഞ്ഞ് തിരുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ തിരുത്താൻ അവരെ തയ്യാറല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് കളയുകയോ തന്നെ ചെയ്യേണ്ടത്. മിത്ര, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ആവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു പെണ്ണാണ്. നിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും അനീതി പോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂട്ടി നിൽക്കരുത് എന്ന കാര്യം പറയുമ്പോൾ മിത്ര അതൊന്നും ചെവി കൊള്ളുന്നില്ല. മിത്രയുടെ മനസ്സിൽ ഫുള്ള് ആലോകിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആലോകിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തിറക്കിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ് മിത്ര. അതുകൊണ്ട് തന്നെ മിത്രയുടെ സ്വഭാവം മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ആര്യനെ വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. വീട്ടിലെത്തിയ മീനാക്ഷി അടുത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ആര്യൻ ഇടത്തി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മിത്ര. ഇപ്പോൾ നല്ല മനസ്സിലാവുണ്ട് മാറ്റങ്ങൾ അലോകിൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയേണ്ട അത് എനിക്കും തോന്നിയിടാ. അവൾക്ക് എന്തൊക്കെ ആയാലും അലോക് അങ്ങനെ ജയിലിൽ ന്നത് തൊട്ട് അവൾക്ക് മനസ്സിന് വല്ലാത്തൊരു മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അലോക് അവളുടെ ചേട്ടനാണല്ലോ. ആ ഒരു സ്നേഹം അവൾക്ക് എന്നും ഉണ്ടാവും. ആരും പറയണ്ട. എന്നാലും അതൊക്കെ ഒരു സ്നേഹമാണ് എടുത്തി. അവൻ എത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ട് അവൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നുകയാണ് അവളുടെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ. നീ അവളോട് പിണങ്ങാനൊന്നും പോകണ്ട കേട്ടോ. എന്തായാലും അലോക് പുറത്തിറങ്ങാൻ പോകുന്നൊന്നുമില്ല. ഇനി അവിടെ അടുത്ത പ്രാവശ്യം കോടതി കൂടുമ്പോൾ അവൻ 7 വർഷം 8 വർഷം എത്ര വർഷം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരുപാട് വർഷം അവൻ ജയിലിൽ കിടക്കും. അതുവരെ അവളുടെ സമാധാനത്തിൽ അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും കാര്യത്തിൽ എടുക്കണ്ട എന്ന് പറഞ്ഞു ആര്യനോട് മനസ്സിലാക്കുക കേട്ടോ മീനാക്ഷി. അതേസമയം രാജശ്രീയും അച്യുതനും കൂടി ചേർന്ന് അനന്തനോട് പറയുന്നുണ്ട്, നമ്മുടെ മിത്രയെ എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ കൊണ്ടുവരണം. അവൾ ഇവിടെ വന്നാൽ മാത്രം അവൾക്ക് അലോകിനെ പുറത്ത് ആക്കാൻ പറ്റും. അനു എങ്ങനെയെങ്കിലുമൊക്കെ അലോകിൻ്റെ അടുത്ത് കോടതി കൂടുമ്പോഴേക്കും അലോകിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയാതിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി മിത്ര ഇവിടെ വരണം. അപ്പോൾ അവളുടെ ചേട്ടൻ്റെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അനു എന്ത് വിട്ടുവീഴ്ചയ്ക്കും പോലും തയ്യാറാകും. അപ്പോൾ അനന്തേട്ട എങ്ങനെയെങ്കിലുമൊക്കെ മിത്രയെ ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ പറയാണ് കേട്ടോ. അനന്തേട്ടൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് പോകുമ്പോഴേക്കും നമ്മുടെ നന്ദിത പറയുന്നുണ്ട്, അനന്തേട്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം,
നമ്മുടെ മോളും ഭയങ്കര സ്നേഹത്തിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. അവർ സ്നേഹത്തിൽ കഴിയട്ടെ. അവർ സ്നേഹത്തിൽ കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി, അവർക്ക് ഒരു കൊച്ചുമക്കളൊക്കെ നമുക്ക് കാണേണ്ടതല്ലേ. എന്നിട്ട് അവളെ ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാവില്ല. അവളുടെ ഭാഗ്യമാണ് ആര്യനെ പോലത്തെ ഒരു പയ്യനെ കിട്ടിയത് വിചാരിച്ചോ. പിന്നെ അവളുടെ ജീവിതം ഇങ്ങനെയൊന്നും ആവേണ്ടതല്ലായിരുന്നു. മറ്റേ ഉടായിപ്പ് പയ്യനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ മകളുടെ ജീവിതം ഇപ്പോൾ എന്താവാനാണെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മൾ ആര്യനോട് നന്ദി പറയുക വേണ്ടത്, അല്ലാതെ ആര്യനെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്, അവരെ എന്നെ തെറ്റിക്കുകയല്ല വേണ്ടത്. നീ പറഞ്ഞ ശരിയാ നന്ദിതേ. ഞാൻ ഒരിക്കലും ഞാനായിട്ട് എൻ്റെ മോളെ കൂടെ കൊണ്ടുവരില്ല. അവളെ അവിടെ അവൾ ദേവമംഗലത്ത് സന്തോഷമായിട്ട് കഴിയട്ടെ എന്ന് ആനന്ദം പറയണം. അപ്പം നമ്മുടെ ഇതൊക്കെ തന്നെ ഒളിഞ്ഞിരുന്ന് കേൾക്കുകയാണ് രാജശ്രീ. ഓഹോ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇതല്ലേ, ഒരു കാര്യം ചെയ്യുക, നേരിട്ട് മിത്രയെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന രാജശ്രീ വിചാരിക്കുക. അങ്ങനെ മിത്രയെ കാണാൻ വേണ്ടി തന്നെ രാജശ്രീ തീരുമാനിക്കാം കേട്ടോ. മിത്രേനെ ഫോൺ വിളിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ കാണണം, വേറെ ആരും അറിയരുത്, നീ അമ്പലത്തിൽ വരണമെന്ന് പറയാണ്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി മിത്ര വേഗം ഓടി അമ്പലത്തിലേക്ക് പോവാണ് രാജശ്രീനെ കാണാനായിട്ട്. രാജശ്രീ പറയുന്നുണ്ട്, മോളെ നിന്നെ എത്രമാത്രം ആലോക സ്നേഹിക്കാൻ നിനക്കറിയാലോ. നിൻ്റെ അച്ഛനാണ് അനന്തൻ അല്ലേ, പക്ഷെ നിൻ്റെ അച്ഛൻ വേറൊരു ഭയന്നില്ല. ആലോക നിന്നെ ആ രീതിയിലല്ല അവൻ നോക്കിയത്. നിനക്ക് ഓർമ്മയുണ്ടോ മോളെ, ചെറുപ്പത്തിൽ നീ വാശി പിടിച്ച് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അലോകം കഴിക്കില്ലായിരുന്നു. നിനക്ക് പനി വന്നു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. അലോക അങ്ങനെയുള്ള ഒരു ചേട്ടനെ നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ഒക്കെ കാണുന്നത്? നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അവൻ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് കണ്ട് നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? നീ വിചാരിച്ചാൽ മാത്രം ഈ ആലോകിനെ പുറത്തെടുക്കാൻ പറ്റൂ എന്ന് രാജശ്രീ പറയുകയാണ്. മിത്ര അതിൽ വീണു പോവാട്ടോ. അപ്പച്ചി, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ആലോകിനെ ഇറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. രാജശ്രീ പണ്ട് മോളെ, അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. എന്താ ഇളയമ്മ പറ, എന്ത് മാർഗം വേണമെങ്കിലും ഞാൻ സ്വീകരിക്കാം. പക്ഷെ ദേവമംഗലം കാര്യം വേദനിപ്പിക്കാത്ത തരത്തിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. മോളെ ചെറിയ രീതിയിൽ വേദനിക്കും, പക്ഷേ ഇത് നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം നീ കരുതിയാൽ മതി എന്ന് പറയുകയാണ്. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് രാജശ്രീ, നീ ഒരു കാര്യം ചെയ്യുക. അനു ഈ കുടുംബത്തിലെ കൃഷ്ണമംഗലത്തേക്ക് കയറി വന്നിട്ടുണ്ടല്ലോ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്നിട്ട് അവൾ ഇത് തിരിച്ചു പോയി ദേവമംഗലത്ത് പോയി കഴിയുന്നു. നീ ദേവമംഗലത്തെ കുട്ടിയാണല്ലോ ഇപ്പോൾ, പക്ഷെ നീ കൃഷ്ണമംഗലത്തേക്ക് തിരിച്ചു വരണം. അത് ആര്യനെ ഉപേക്ഷിച്ച്. ഇളയമ്മ എന്തൊക്കെയാ പറ, ആര്യനെ ഉപേക്ഷിച്ച് ഞാൻ അവിടേക്ക് വരണമെന്നോ? ഇല്ല ഇളയമ്മ, ആര്യനെ ഉപേക്ഷിച്ച് വരാൻ എനിക്ക് പറ്റില്ല. അയ്യോ മോളെ, ഉപേക്ഷിക്കണോ എന്നല്ല, നീ ജസ്റ്റ് കുറച്ച് ദിവസത്തേക്ക്, അതായത് അടുത്ത കോടതി കൂടുന്നവരെ നീ നമ്മുടെ കൃഷ്ണമംഗലത്ത് വന്ന് നിൽക്കണം. അപ്പം നിന്നെ തിരിച്ചു വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും നമ്മുടെ ദേവമംഗലത്തുള്ളവരെ അല്ലേ, അത് ശ്രമിക്കും. ആ സമയത്ത് നീ അനുവിനോട് പറയണം, നീ അനുവിനോട് നിൻ്റെ ആവശ്യം പറയണം. അലോകിനെതിരെ നീ ഒന്നും പറയാൻ പാടില്ല. അലോകിനെ വെറുതെ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ദേവമംഗലത്തേക്ക് വരാം എന്ന് നീ പറഞ്ഞാൽ മതി. അനു ഒരു പൊട്ടിപ്പെണ്ണാണ്. കുടുംബം ഒന്നായി ഇരിക്കാൻ വേണ്ടി അവൾ എന്ത് വിട്ടുവീഴ്ചയും വേണമെങ്കിലും ചെയ്യും. വേണമെങ്കിൽ അവൾ ജയിലിൽ പോയി കിടക്കാനും തയ്യാറാകും. അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ജീവിതത്തിൽ നിൻ്റെ ഏട്ടൻ്റെ ജീവിതമൊക്കെ ആവും. നിൻ്റെ ഏട്ടൻ ഇപ്പോൾ ഒരുപാട് ആലോചനകളൊക്കെ വരുന്നുണ്ട്. മോളെ, അവന് ഒരു കുടുംബമായിട്ട് ജീവിക്കാം എന്നൊക്കെ നിനക്ക് ആഗ്രഹമില്ലേ? ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാം എന്ന് മിത്ര പറയുകയാണ്. അങ്ങനെ മിത്ര അവസാനം ആ ഒരു കടങ്കായി ചെയ്യാൻ വേറൊന്നുമല്ല, അലോകിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി അലോക് ചെയ്ത ക്രൂരതകളൊക്കെ മറന്നിട്ട് നമ്മുടെ മിത്ര കൃഷ്ണമംഗലത്തേക്ക് പോകാൻ വേണ്ടി പോവാട്ടോ. കാരണം ആര്യനെ ഉപേക്ഷിച്ച് മിത്ര കൃഷ്ണമംഗലത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തോ അവിടെ മറിമായി നടക്കുമെന്ന് നമ്മുടെ മിത്രയുടെ വിചാരം. അങ്ങനെ മിത്ര കൃഷ്ണമംഗലത്ത് പോണത് തന്നെ മറ്റേ അനുവിനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ആര്യനെ നന്നായിട്ട് അറിയാം കേട്ടോ. ഇത് അവരുടെ തലയുടെ മന്ദിരത്തിൽ മിത്ര വീണു പോയതാണ്. അതുകൊണ്ട് തന്നെ മിത്ര ഇനിയിപ്പോൾ കൃഷ്ണമംഗലത്ത് പോയാലും ആര്യൻ പോയി വിളിക്കാൻ ഒന്നും പോകുന്നൊന്നുമില്ല കേട്ടോ. അത് അവരുടെ ഉദ്ദേശം എന്താണ്? അലോക് പുറത്തെടുക്കുക, അതല്ലേ? അത് നടക്കേണ്ട. അലോക് ജയിലിൽ തന്നെ
നിൽക്കുന്നോട്ടെ, മിത്രയ്ക്ക് എത്ര ദിവസം അവിടെ നിൽക്കാൻ സാധിക്കും കൂടി 1-2 ആഴ്ച കൂടി വന്നാൽ നിൽക്കുള്ളൂ. പോട്ടെ, 2 ആഴ്ച അതിനുള്ളിൽ അവൾ ഇങ്ങോട്ട് തന്നെ വരൂ. എന്തായാലും കോടതിയിലെ വിധി വരട്ടെ. ആലോക എന്നേക്കുമായി ജയിലിൽ പുള്ളിയായിട്ട് അവിടെ കിടക്കട്ടെ. അതിനുശേഷം മിത്ര ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ എന്ന് ആരും വിചാരിക്കാനാണ്. അപ്പോൾ അനുക്ക് ഒരു സമാധാനവും ഇല്ല. ചേട്ടൻ്റെ ജീവിതം കുളമായി പോയി. താൻ കാണാൻ ചേട്ടൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ വെച്ച് നമ്മുടെ അനുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അനു നമ്മുടെ മിത്ര തൻ്റെ ആഗ്രഹം തുറന്നു പറയുകയാണ്. ആലോകിനെ ഇങ്ങനെയും ഒക്കെ പുറത്തിറക്കണം. ഈ എൻ്റെ വീടാണ് കൃഷ്ണമംഗലം, അല്ലേ ഞാനിപ്പോൾ കെട്ടി വന്നത് ദേവമംഗലത്തേക്കാണ്. എൻ്റെ സ്വന്തം വീടാണ് കൃഷ്ണമംഗലം. അവർക്ക് അവിടെ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവണം. എനിക്കൊരു സമാധാനം അല്ലേ അനു. അപ്പോൾ ഇതിൻ്റെ കേസിൽ പുറകെ പോയി നമുക്ക് ഗുണവും കിട്ടാൻ പോകുന്നില്ല. അവനിപ്പോൾ അനുഭവിക്കേണ്ടതൊക്കെ തന്നെ ഈ 2 ആഴ്ചക്കുള്ളിൽ ജയിലിൽ കിടന്ന് അനുഭവിച്ചു. ഇനി അവന് നല്ല പേരൊന്നും കിട്ടത്തും നിനക്ക് എന്തായാലും ഓക്കെ ആയി. നീ തെറ്റുകാരല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോകിനെ വിട്ടയച്ചു കൂടെ എന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ അനു എന്ത് തീരുമാനം എടുക്കും, അതാണ് നമ്മൾ നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ അറിയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.